Hi from Tiju's Academy. So today our discussion is on how to write the letter effectively. So ഇന്ന് നമ്മൾ ജനറൽ IELTSനുള്ള ടാസ്ക് 1 തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ എല്ലാ മൺഡേസിലും നമ്മൾ ജനറൽ റൈറ്റിംഗ് ടാസ്ക് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് അങ്ങനെ തന്നെ നമ്മുടെ ഈ വീക്കിലെ ഫസ്റ്റ് ലൈഫ് IELTS general IELTS in the first live namukku start cheyam alle. So how are you all after the long weekend? Ellarum sugayittirikkunnu ennu vishwasikkunnu, and I hope everyone is also preparing well for the exams, for the upcoming exams. So yeah, good afternoon Johnny. Okay, so നമ്മൾ പ്രീവിയസ് ലെറ്റർ റൈറ്റിംഗ് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇതുവരെയും ഉള്ള എല്ലാ സെഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഒരു സാമ്പിൾ ആൻസേഴ്സ് ആണ്. ആൻഡ് വി ഹാവ് ഓൾസോ ഡിസ്കസ് സെവറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ലെറ്റർ റൈറ്റിംഗ്, like differences between the formal, informal and then also semi-formal. We have also discussed related to all of these letter writing formats, letter writing tones, and the language which is required to write this. So നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, പലതവണ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. And still there are some more things that we need to discuss. അപ്പം നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഈ സെഷൻസിൽ ഡീൽ ചെയ്യുന്നത്. സോ ഇത് ലെറ്റർ റൈറ്റിങ്ങിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ടിപ്സ്, യു നോ, ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് യു നീഡ് ടു ഫോക്കസ് ഓൺ. സോ ഇഫ് യു പുട്ട് a little bit of effort on all these things in the sense, all these things that we are going to discuss in this session, I'm sure you will be able to write and you will be able to handle a letter writing task more efficiently and more effectively. So അതാണ് നമ്മൾ എന്തൊക്കെയാണത് എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ ഹോപ്പ് പാർട്ടിസിപ്പൻസ്, നമ്മുടെ യൂഷ്വൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടാകും റിഗാർഡിങ് ഹൗ ദ ലെറ്റർ റൈറ്റിംഗ് ഹാപ്പൻസ്, അല്ലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മൈൻഡിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ പ്ലീസ് ലീവ് ഇറ്റ് ദെയർ ഇൻ ദ കോമൻറ്റ് സെക്ഷൻ. പ്ലീസ് ലെറ്റ് us know എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയുവാണെങ്കിൽ നമുക്കതും ഈ ഒരു സമയത്ത് അത് നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാം. സോ ഐ ഹോപ്പ് എവ്രി വൺ ഈസ് റെഡി ആൻഡ് ലെറ്റ് us start. Okay? Yes. Okay, so here in this slide you can see there are 6 C of letter writing. നമുക്ക് കുറച്ച് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് C ടേംസ് ആണ്. ഓക്കെ, ഈ 6 C നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നിങ്ങൾ ലെറ്റർ റൈറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ലെറ്റർ റൈറ്റിംഗ് പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് വെരി ഹാർഡ്, അല്ലേ? നമ്മൾ അക്കാഡമിക് ടാസ്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ജനറൽ റൈറ്റിംഗ് ടാസ്ക് 1 ഈസ് കമ്പാരിറ്റീവ്ലി ഈസിയർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വി ആർ യൂസ് ടു ദാറ്റ്. നമ്മൾ ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെ ആ ഒരു ടാസ്ക് നമ്മളുടെ ഡെയിലി ലൈഫിലാണെങ്കിലും ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് എന്താണെന്നുള്ളതും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളതും അറിയാവുന്ന കാര്യമാണ്. ബട്ട് ദ ചലഞ്ച് ദാറ്റ് ഹാപ്പൻസ് ഹിയർ ഈസ് ഹൗ യു ക്യാൻ യൂസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതാണ് ഇവിടെ വരുന്ന ഒരു പ്രോബ്ലം എല്ലാവർക്കും. 99% ഓഫ് ദ ഡിഫിക്കൽട്ടി ഹാപ്പൻസ് വെൻ യു വോണ്ട് ടു റൈറ്റ് സംതിങ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദാറ്റ് ടു ഇഫക്റ്റീവ്ലി. ദാറ്റ് വേർഡ്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്, ഹൗ ടു റൈറ്റ് എ ലെറ്റർ ഇഫക്റ്റീവ്ലി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് യു ക്യാൻ സീ സം ഓഫ് ദോസ്. ഓക്കെ, സോ നോയിങ് ദീസ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റിംഗ്, you need to know what are these
basic principles of writing and how you can write a letter effectively. I hope this is clear to you, all of you. അങ്ങനെ നമുക്ക് തുടങ്ങാം. The first one is be clear. Okay? You need to have a definite purpose when writing and make sure it is completely communicated. Leave nothing unexplained. So നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ്, അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുമ്പോൾ അവിടെ ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. ആൻഡ് another thing is that under the question there will be 2 or 3 sub questions which you will need to cover in the answer. നമ്മൾ ലെറ്റർ എഴുതുമ്പോഴത്തേനും ഈ പറഞ്ഞ പോയിന്റ്സ് ആയിരിക്കണം കൂടുതലായിട്ടും കവർ ചെയ്യേണ്ടത്, അല്ലേ? സോ വാട്ട് എവർ ദ തിങ് ഇസ്, നിങ്ങളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ലെറ്റർ എഴുതുന്നത്. സോ ആ പർപ്പസിന് വേണ്ടി നിങ്ങൾ എഴുതുമ്പോഴത്തേനും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ആക്ച്വലി make the communication very clear. Okay? ആ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയില്ലെങ്കിൽ നമ്മളുടെ മെസ്സേജ് കൺവേ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ കൺവേ ചെയ്തിരിക്കണം. ഒരു കാര്യം പോലും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. സോ ബി ക്ലിയർ എന്ന് ഉദ്ദേശിക്കുന്നതാണ്, നമ്മൾ പറയുന്ന പോയിൻറ്റ്സ് വെറുതെ ലിസ്റ്റ് ഡൗൺ ചെയ്ത് പോയാൽ പോരാ. നമ്മൾ എന്തൊക്കെയാണോ ആ ഒരു ലെറ്ററിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. ദാറ്റ് ഈസ് ടു മേക്ക് ദ സെൻറ്റൻസസ് വെരി ക്ലിയർ ആൻഡ് ആക്യുറേറ്റ്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. സോ ആൻഡ് അഗെയിൻ ആ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുകയും വേണം. ആൻഡ് ദ പർപ്പസ്, ആ പറയുന്ന ഓരോ പർപ്പസും, 3 സബ് ക്വസ്റ്റ്യൻസ് കാണും. ആ പറയുന്ന ഓരോ പർപ്പസും നമ്മൾ നാച്ചുറലി എഴുതുന്നത് പോലെ തന്നെ ആയിരിക്കണം. അതായത് വി നീഡ് ടു പുട്ട് അവർ സെൽസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് സോ ദാറ്റ് യു വിൽ ഗെറ്റ് മോർ ഐഡിയാസ്. നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, അല്ലേ, നമ്മൾ എങ്ങനെയായിരിക്കും ആ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് യുവർ കമ്മ്യൂണിക്കേഷൻ ഓർ ടു മേക്ക് യുവർ റൈറ്റിംഗ് വെരി ക്ലിയർ. All right, the second one is be correct. എന്താണ് being correct? Check that all the information is accurate and relevant. Double check your spelling, punctuation and grammar. Proofread before you send it. Okay? സോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, ആദ്യം നമ്മൾ പറഞ്ഞത് സെൻറ്റൻസസ് കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഐഡിയയും കംപ്ലീറ്റ് ആയിരിക്കണം. ദ സെയിം തിങ് വെൻ യു ആർ റൈറ്റിംഗ് ഡൗൺ ഇൻഫർമേഷൻ, you need to make sure that whatever you are writing is not exaggerated or taken from some other text or something. ഞാൻ പറഞ്ഞല്ലോ, നാച്ചുറൽ ആയിരിക്കണം, പറയുന്ന കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് വരേണ്ടതാണ്. And all the information should be accurate and relevant. ആ ഒരു പൊസിഷനിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഏബിൾ ടു ഇമാജിൻ ഹൗ യു വിൽ റെസ്പോണ്ട് ടു ഇറ്റ്. അല്ലേ, നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കുമോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, അല്ലെ എങ്ങനെയായിരിക്കുമോ നമ്മൾ ഓരോ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ, ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണം നമ്മൾ കൺവേ ചെയ്യാൻ. ആൻഡ് ഇറ്റ് ഷുഡ് ബി റെലവൻറ്റ്. അതാണ് റെലവൻറ്റ് ഇൻ ദ സെൻസ് ഇറ്റ് ഷുഡ് ബി ഇമ്പോർട്ടൻറ്റ്. വായിക്കുന്ന ആൾക്ക് തോന്നരുത് ഓക്കെ ദിസ് ഇസ് സംതിങ് ലൈക്ക് എ പ്രാക്ടീസ്ഡ് വേർഷൻ, ഓർ ഇത് തന്നെ എന്താണ് ഒരു ബന്ധമില്ലാത്ത രീതിയിലാവരുത്. ഇറ്റ് ഷുഡ് ഹാവ് എ ലിങ്ക്, ഇറ്റ് ഷുഡ് സിങ്ക് ടുഗെദർ. ഓൾ ദ ഇൻഫർമേഷൻ വാട്ട് എവർ യു റൈറ്റ് ഷുഡ് സിങ്ക് ടുഗെദർ. ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ another thing is to make sure that the spellings are right, the punctuation is done properly, and also you are appropriately using the grammar side. നമുക്ക് പലപ്പോഴും ടെൻസ് മിസ്റ്റേക്ക് വരാറുണ്ട്. ഏത് ടെൻസിലാണ് ടാസ്ക് 1 എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഏത് ടെൻസ് വേണേലും വരാം, നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇന്ന ടെൻസേ വരുള്ളൂ എന്നുള്ളത്. സോ അത് നിങ്ങൾ ആസ് എ കാൻഡിഡേറ്റ്, ആസ് എ ടെസ്റ്റ് ടേക്കർ, ഇറ്റ് ഈസ് അഗെയിൻ another thing to focus. നിങ്ങൾ അറ്റൻറ്റീവ് ആയിട്ടിരിക്കേണ്ട ഒരു കാര്യം അതാണ്. പാസ്റ്റ് ആണോ, പ്രസൻറ്റ് ആണോ, ഫ്യൂച്ചർ ആണോ,
ഈ കാര്യങ്ങളിലാണ് നമുക്ക് എപ്പോഴും ഒരു ഡൗട്ട് വരുന്നത്. സോ ഐ എം ടോക്കിംഗ് അബൌട്ട് those things that you need to focus in under the grammar part. ആ ഗ്രാമർ എന്ന പാർട്ട് വരുമ്പോഴത്തേനും നമുക്ക് മോസ്റ്റ്ലി എല്ലാ കാൻഡിഡേറ്റ്സിനും ലെറ്റ് ഇറ്റ് ബി അക്കാഡമിക് ടാസ്ക് 1 or general writing task 1, mostly everyone makes mistake with the tenses. സോ ആ ടെൻസ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ വരണം. അത് നിങ്ങൾ ലോജിക്കലി മനസ്സിലാക്കി തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. Another problem with the grammar, നമുക്ക് മോസ്റ്റ്ലി എഗെയിൻ ടെൻസ് പോലെ തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് യൂസിങ് പ്രപ്പോസിഷൻസ്. പലരും റോങ് പ്രപ്പോസിഷൻസ് ആണ് പലയിടത്തും ഇടാറുള്ളത് യൂസിൽ വരുമ്പോൾ. സോ അത് പ്രപ്പോസിഷൻസ് പറയുമ്പോൾ ഇൻ ആണോ, ഓൺ ആണോ, ടു, ഇൻ ടു, അപ് ടു, ടിൽ, അൺടിൽ, ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് വരുമ്പോഴത്തേനും പലർക്കും ഭയങ്കര പ്രോബ്ലം ആണ്. ഇതെവിടെയാണ് യൂസ് ചെയ്യേണ്ടത് ആക്യുറേറ്റ് ആയിട്ട്. സോ ദാറ്റ് ഈസ് അനദർ തിങ്. ആൻഡ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്, ഞാൻ എല്ലാ നമ്മുടെ റൈറ്റിംഗ് സെഷൻസിലും ഞാൻ പറയുന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ബാൻഡ് 7 സ്കോർ, പ്ലീസ് പ്രാക്ടീസ് റൈറ്റിംഗ് സെൻറ്റൻസസ്. In the sense, you need to have different varieties of sentences. നമ്മളുടെ ഈ വെറൈറ്റി സെൻറ്റൻസ് വെറൈറ്റീസ് നമ്മളുടെ എസ്സേസിലും ആസ് വെൽ ആസ് ഫോർ ജനറൽ റൈറ്റിംഗ് ടാസ്ക്, നമുക്ക് എസ്സേ റൈറ്റിങ്ങിലാണെങ്കിലും ടാസ്ക് 1 ജനറലിലാണെങ്കിലും ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് സെൻറ്റൻസ് മിക്സ്, അല്ലേ, ഏതൊക്കെയാണ് സിമ്പിൾ, കോംപ്ലെക്സ് ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസസ്. ഇതിന് റൈറ്റിങ്ങിന് തീർച്ചയായിട്ടും ഒരു പ്രോമിനൻസ് ഉള്ളതാണ്. ഇഫ് യു ലാക്ക് that kind of writing sentence making skills, you may not achieve a 7 band score. വളരെ ബുദ്ധിമുട്ടാണ് 7 band score കിട്ടാൻ. അത് നമുക്ക് 6.5 വരെയൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. ആൻഡ് if you are focusing or if you are aiming for more than a 7 band score, you should start writing or start practicing with simple, complex and compound sentences. And yes, so these are the major mistakes that happens under the grammar area le ettavum kudal mistakes varuna ee 3 area aanu. And then it is again before you submit the answer, make sure that you read it once again, point out all those mistakes, try to rectify it at that moment itself. നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ ഏത് എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞാലും വെൻ യു ആർ റൈറ്റിംഗ് യുവർ മൈൻഡ് ഇസ് ഓൺലി ഫോക്കസിങ് ഓൺ ദ ഡീറ്റെയിൽസ് ദാറ്റ് യു വോണ്ട് ടു ട്രാൻസ്ഫർ ഇൻ ടു ദ പേപ്പർ. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ മൈൻഡ് റഷ് ചെയ്യുകയാണ്. എന്തിനാണ്? ഐഡിയ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, മൈൻഡിൽ നിന്ന് പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആ പ്രോസസ്സിനിടയിൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റും, ഏത് എക്സ്പേർട്ട് ആണെങ്കിലും പറ്റും. സോ ആ ഐഡിയ നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ അത് പ്രോപ്പർ ആക്കേണ്ടത് എപ്പോഴാണ്? സബ്മിഷൻ കഴിഞ്ഞിട്ട് ചെയ്യാൻ നമുക്കത് ഒരിക്കലും സാധിക്കത്തില്ല, അല്ലേ? അതുകൊണ്ടാണ് ഇവാലുവേഷൻ വരുന്ന സമയത്ത് പലപ്പോഴും പലർക്കും ഇത്രയും മിസ്റ്റേക്സ് വന്നു എന്നുള്ളത് പറയുന്നത്. അത് പലപ്പോഴും ഇവാലുവേഷൻ്റെ സമയത്ത് കാൻഡിഡേറ്റ്സിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യവുമാണ്. ഓക്കെ, ഞാനിത് ചെയ്തു ബിക്കോസ് അവിടെ ഒരു റീസൺ ഉണ്ട്. ദേ നോ ഇറ്റ്, ദേ ഡിഡ് ഇറ്റ് ബിക്കോസ് അതിനോ ഓക്കെ അത് അറിയാതെ വന്നു പോയതാണ്, ഇവിടെ അറിയാതെ ഇങ്ങനെ വന്നു പോയതാണ്, ഇന്നല്ലായിരുന്നു ഓണായിരുന്നു, ഈ സ്പെല്ലിങ് എനിക്ക് അറിയാമായിരുന്നു. ഓക്കെ, സോ ഇതിന് ചാൻസ് കൊടുക്കാതെ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഏബിൾ ടു or you are finding time to proofread the written sample. ആ ലെറ്റർ ഒന്ന് പ്രൂഫ് റീഡ് ചെയ്യുക. നിങ്ങൾ ആ ലെറ്റർ ഒന്ന് പ്രൂഫ് റീഡ് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അതായത് നിങ്ങളാലാകാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള പല മിസ്റ്റേക്സ് കാണും. സ്പെല്ലിങ്സ് ആവാം, ചിലപ്പം ഐഡിയ റിപ്പീറ്റഡ് ഐഡിയ ആയിരിക്കാം, റിപ്പീറ്റഡ് സെൻറ്റൻസസ് ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള മൈന്യൂട്ടായിട്ടുള്ള എറേഴ്സൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് നിങ്ങൾ സമയം കൊടുക്കേണ്ടത് അത് പ്രൂഫ് റീഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എത്രത്തോളം പ്ലാൻ ചെയ്യാൻ സമയം എടുക്കുന്നോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു കറക്റ്റ്
those things മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും തന്നെ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, so now moving ahead, let's talk about the third thing in the list, that is be complete. Be complete. Include all the necessary facts and background informations to support the message you are communicating. Answer all the questions in your letter. നമ്മൾ ആ ബി ക്ലിയർ എന്ന് പറഞ്ഞ സമയത്തും ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഇൻക്ലൂഡ് ഓൾ ദ നെസസറി ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ടു സപ്പോർട്ട് ദ മെസ്സേജ് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ്. സോ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, നമുക്ക് ഈ സെൻറ്റൻസസ് നമ്മൾ ചിലർ എഴുതുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പറയില്ല. ചിലപ്പോൾ വെറുതെ ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെക്കുകയുള്ളൂ, അതിനകത്ത് പ്രോപ്പറായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാവില്ല. സോ അതിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ തന്നെ ആ ഒരു പൊസിഷനിൽ നിർത്തിക്കൊണ്ടാണ് നമ്മളൊരു ലെറ്റർ എഴുതേണ്ടത്. സോ വെൻ യു തിങ്ക് ഇൻ ദാറ്റ് വേ യു വിൽ ബി ഏബിൾ ടു ക്രിയേറ്റ് മോർ ഐഡിയാസ് ആൻഡ് യു വിൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു റൈറ്റ് എ ലോട്ട് ഓഫ് തിങ്സ്. ഒരിക്കലും ഐഡിയയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവിടെ. ഓക്കെ, സോ യു ഷുഡ് ഇൻക്ലൂഡ് ഓൾ ദ നെസസറി ഫാക്ട്സ്. ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഐഡിയ, ഇഫ് ഇറ്റ് ഈസ് റെലവെൻറ്റ്, ലെറ്റ് മീ ജസ്റ്റ് റിപ്പീറ്റ് ഇറ്റ് വൺസ് അഗെയിൻ, റെലവെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിലേറ്റഡ് ടു ദ കോണ്ടെക്സ്റ്റ്, യു മസ്റ്റ് ബി ഏബിൾ ടു ബ്രിങ് ദോസ് ഫാക്ട്സ്. ഇഫ് യു തിങ്ക് ഇഫ് ഇറ്റ് ഈസ് നെസസറി, you definitely should be able to bring those facts and connect it properly. So നമുക്കൊരു മെസ്സേജ് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് വേണമായിരിക്കാം, നമുക്ക് അതിന് വേണ്ട ഫാക്ട്സ് വേണം. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ വരുള്ളൂ. ഒരു ആൻസർ ചെയ്യുക എന്നുള്ളതല്ല. പലപ്പോഴും നമ്മൾ ഇപ്പോൾ IELTSൻ്റെ ഏത് മോഡ്യൂളിൽ നോക്കിയാലും, എസ്പെഷ്യലി സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്, IELTSൻ്റെ ഏത് മോഡ്യൂളിൽ നോക്കിയാലും പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ പാർട്ടാണ് നടക്കാത്തത്. ആൻസറിങ് ഓക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ആൻസർ ചെയ്യുമ്പോൾ പലപ്പോഴും നിങ്ങൾ പോയിന്റ് വൈസ് ഏതാണ്ടൊക്കെ പറഞ്ഞു പോകാറുണ്ട്. ബട്ട് ആർ യു ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് പ്രോപ്പർലി? ആൻഡ് ഇഫ് ദാറ്റ് ഡസൻറ്റ് ഹാപ്പൻ, ഡെഫിനറ്റ്ലി യു വിൽ ബി പീനലൈസ്ഡ്. സോ എപ്പോഴും as examiners, what they evaluate is whether the candidate is able to write, or the candidate has written according to the format, and whether he or she has communicated effectively. So ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സോ ഇൻക്ലൂഡ് ഓൾ ദ ഫാക്ട്സ് ആൻഡ് ഓൾ ദോസ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ വിച്ച് എവർ ഇറ്റ് ഈസ് റിക്വയർഡ് ടു സപ്പോർട്ട് യുവർ ഐഡിയ. ആൻഡ് അഗെയിൻ നമുക്ക് ഈ ബുള്ളറ്റ് പോയിൻറ്റ്സിൽ വരുന്ന മെയിനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. ഇൻ യുവർ ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു 3 ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് പ്രോപ്പറായിട്ടുള്ള കവറേജ് നിങ്ങൾ കൊടുക്കാൻ സാധിച്ചിരിക്കണം. Okay, so these are the 3 things, the first 3 C's of letter writing. ഇതാണ് ആദ്യത്തെ 3 C's ആണ്. So that is be clear, be correct and be complete. Okay, now let's talk about the rest of the topics. So the fourth one that you can see here is be concise. Be clear and to the point. Once you have written what needs writing, stop writing it. Do not repeat what has been mentioned. ഇവിടെ എന്തിനെക്കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ സ്ഥിരം കാണുന്നതാണ്, കാൻഡിഡേറ്റ്സ് അവരുടെ റൈറ്റിംഗ്, അതായത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ലിസ്റ്റ് ഡൗൺ ചെയ്യാനാണ് ആൻസേഴ്സ്. അതേപോലെ തന്നെ രണ്ടാമത് 150 വേർഡ്സിന് മുകളിലേക്ക് വേർഡ്സ് വരണമെന്നുള്ള ഈ 2 കാര്യത്തിൽ മാത്രമായിരിക്കും ഒരു കാൻഡിഡേറ്റ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു, പ്രീവിയസ്ലി മെൻഷൻ ചെയ്തു, കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഈ നമ്മൾ പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുമ്പോൾ ഒരേ ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് തന്നെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്.
സോ ഇതിലൊക്കെ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ടാസ്ക് അഗെയിൻ ആ ഒരു പ്രോപ്പർ രീതിയിൽ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ 150 വേർഡ്സിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അതുപോലെ വെറുതെ ഐഡിയ ലിസ്റ്റ് ഡൗൺ ചെയ്യാനല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് ടോപ്പ് ടു ബോട്ടം ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം, ഒരു ഫ്ലോ ഉണ്ടായിരിക്കണം. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഒഴുക്കിന് വേണം അത് വരാൻ ഐഡിയ. സോ ആൻഡ് ബി ക്ലിയർ ആൻഡ് ടു ദ പോയിൻറ്റ്. അപ്പം നിങ്ങൾ പോയിൻറ്റ്സ് ഓരോന്നും ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ബി ഏബിൾ ടു മേക്ക് ഇറ്റ് ക്ലിയർ ആൻഡ് ടു ദ പോയിൻറ്റ്. ടു ദ പോയിൻറ്റ് മീൻസ് യു ഷുഡ് ബി ഏബിൾ ടു ഫോക്കസ്. ആ കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കണം. അതുപോലെ തന്നെ 150 വേർഡ്സ് തയ്ക്കാൻ പലപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണ്? സെയിം റിപ്പീറ്റഡ് വേർഡ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് സെൻറ്റൻസസ് നമ്മൾ എഴുതാൻ ചാൻസസ് ഉണ്ട്, ഒരേപോലെ തന്നെ. അപ്പോൾ അവിടെയൊക്കെ അഗെയിൻ ഇറ്റ് ഡസൻറ്റ് ഷോ യുവർ സ്ട്രെങ്ത് ആസ് എ റൈറ്റർ. അപ്പം നമ്മൾ ആസ് എ റൈറ്റർ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? Write different varieties of sentences which is clear and to the point. And if you think that you have written some ideas in one paragraph, don't repeat that. പിന്നെയും repeated ആയിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നാൽ you will not get the desired score. Okay, so അതുകൊണ്ടാണ് do not repeat what has been mentioned. Already mention ചെയ്ത ഒരു കാര്യമാണെങ്കിൽ അത് ഇനിയും റിപ്പീറ്റ് ചെയ്യാതെ നിങ്ങൾ മാക്സിമം പുതിയൊരു കാര്യം എന്ന് വെച്ചാൽ പുതിയൊരു സെൻറ്റൻസ് ആയിട്ട് അത് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക. ദെൻ ബി കോർട്ടിയസ്. ഓക്കെ, കോർട്ടിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും പല കാൻഡിഡേറ്റ്സിൻ്റെ ലെറ്റേഴ്സ് വായിച്ചു കഴിയുമ്പോഴത്തേനും അവിടെ ആ ഒരു കോണ്ടെക്സ്റ്റിന് യൂസ് ചെയ്യേണ്ട ഒരു ലാംഗ്വേജ് ആയിരുന്നില്ല എന്നൊരു ഒരു റിമാർക്ക് അല്ലെങ്കിൽ ഒരു ഇത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഫീഡ്ബാക്ക് പലപ്പോഴും കാൻഡിഡേറ്റ്സിന് കൊടുക്കാറുണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ടു ദ കോണ്ടെക്സ്റ്റ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ബ്രാഞ്ച് മാനേജറിന് അല്ലെ ബാങ്ക് മാനേജറിന് നിങ്ങളൊരു ലെറ്റർ എഴുതുകയാണെങ്കിൽ, ആൻഡ് അഗെയിൻ ഇഫ് ഇറ്റ് ഇസ് എ റിക്വസിഷൻ, ഒരു റിക്വസ്റ്റ് ലെറ്റർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു വേർഡ്സ് എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. ഇഫ് യു വുഡ്, കുഡ് യു പ്ലീസ്, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു ദാറ്റ്, അല്ലേ? സോ ഇതൊക്കെ ഒരു പൊലൈറ്റ്നെസ് ഉണ്ട് അവിടെ. ബിക്കോസ് യു ആർ ട്രൈങ് ടു റിക്വസ്റ്റ് സംതിങ് ഓർ ഫോർ സംതിങ്. ഇറ്റ് ഈസ് ഫോർ സംതിങ്, ഇറ്റ് ഡെഫിനറ്റ്ലി സെർവ്സ് എ പേർപ്പസ്. അപ്പോൾ ആ പേർപ്പസ് സെർവ് ചെയ്യാനല്ലേ നമ്മളുടെ ഒരു ആവശ്യം നടക്കാനാണ് നമ്മൾ ആ സെൻറ്ററിന് ലെറ്റർ എഴുതുന്നത്. സോ അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടോണാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. But again, that depends upon the kind of relation that the sender and the receiver has. Okay, ആ പർപ്പസ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പർപ്പസ് ശ്രദ്ധിക്കേണ്ട ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ദ റിലേഷൻ, ദ കോണ്ടെക്സ്റ്റ്, ദ ലാംഗ്വേജ്, ദ കൈൻഡ് ഓഫ് ലെറ്റർ, എവറിത്തിങ് മാറ്റേഴ്സ്. So it's very vital for communication, especially when you consider that you are likely to be asking that recipient for something. അതാണ് പിന്നെ റിക്വസ്റ്റ് ലെറ്റർ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ആ ടോൺ, ജോബ് ആപ്ലിക്കേഷൻ, റിക്വസ്റ്റ് ലെറ്റർ, കംപ്ലയിൻറ്റ് ലെറ്റർ ആയിക്കോട്ടെ, നമ്മളൊരു ഫോർമൽ കോണ്ടെക്സ്റ്റിൽ നമുക്കറിയാൻ വയ്യാത്തൊരു വ്യക്തിക്ക് നമ്മളത് എഴുതുമ്പോൾ you definitely should focus on the tonality, the expression that you are using in these letter formats. Okay, now the last one that we have in the list is be considerate. എങ്ങനെയാണ് നമുക്ക് കൺസിഡറേറ്റ് ആവാൻ സാധിക്കുന്നത്? പലതവണ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ തന്നെയും ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. അതായത് ഈ റീഡേഴ്സ് പേഴ്സ്പെക്റ്റീവിലാണ് നമ്മളെപ്പോഴും റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യേണ്ടത്, നമ്മളുടെ ഐഡിയ ഡെവലപ്പ് ചെയ്യേണ്ടത്. See, whatever you are trying to write down is being communicated. You are trying to communicate something with the person who is reading that
written sample. അപ്പോൾ ഈ റൈറ്റിംഗ് ഓരോ സമയത്തും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഐഡിയ അവിടെ കൺവേഡ് ആവുന്നുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് ദാറ്റ് റീഡേഴ്സ് നീഡ്സ് ആൻഡ് ഫീലിങ്സ് ഇൻ യുവർ മൈൻഡ്. അല്ലാതെ നമ്മൾ ഒരുപാട് കമാൻഡിങ് ആയിട്ടുള്ള ലാംഗ്വേജിലോ അല്ലെങ്കിൽ അതൊരു ഓർഡർ കൊടുക്കുന്ന രീതിയിലോ അങ്ങനെ ആവരുത്. സോ പലപ്പോഴും അഗെയിൻ ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അൺലെസ് ആൻഡ് അൺടിൽ യു ഹാവ് നോ ഐഡിയ റിഗാർഡിംഗ് ദ കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ് യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദീസ് ഫോമാറ്റ്. അതായത് ഈ ഓരോ ലെറ്റർ റൈറ്റിംഗ് ഫോമാറ്റിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആസ് എ റീഡർ വി എക്സ്പെക്റ്റ് എ ടൊണാലിറ്റി ആൻഡ് എക്സ്പ്രഷൻ ആൻഡ് കൺസിഡറേഷൻ ഫ്രം ദ റൈറ്റേഴ്സ് സൈഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ യു നീഡ് ടു ഹാവ് ദാറ്റ് റീഡേഴ്സ് നീഡ്സ് ആൻഡ് ഫീലിങ്സ് ഇൻ യുവർ മൈൻഡ് ആസ് യു റൈറ്റ് ദിസ് ലെറ്റർ. സോ അവിടെ ഒരു ബാങ്ക് മാനേജർ നമ്മൾ എഴുതുകയാണ്, ഐ ഹോപ്പ് യു വിൽ ഡൂ ദിസ്. ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു, കാരണം അവർക്ക് ഒരുപാട് ബിസിയാണ് അവർ, അല്ലേ? അതുകൊണ്ടാണ് ഐ ഹോപ്പ് യു വിൽ ഡൂ ദിസ്, പ്ലീസ് ഡു ദ നീഡ്ഫുൾ, കൈൻഡ്ലി, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ അവരെ റെസ്പെക്റ്റ്ഫുൾ, അവരുടെ പ്രൊഫഷനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടും വി നോ ദാറ്റ് ദേ ആർ ഇൻ സച്ച് എ വെരി ബിസി സിറ്റുവേഷൻ. അതിനിടയിൽ നമ്മളുടേതായ ഒരു കൺസേൺ നമ്മൾ പറയുമ്പോൾ obviously it is putting a burden on them, and at the same time it is something that needs to be addressed. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പോളിഷ്ഡ് വേ എന്ന് നമുക്ക് വേണേൽ അങ്ങനെ പറയാം. യു നീഡ് ടു യൂസ് ദ ലാംഗ്വേജ് എസ്പെഷ്യലി ഫോർ ഫോർമൽ റൈറ്റിംഗ് ഇൻ എ പോളിഷ്ഡ് വേ. സോ ദീസ് ആർ ദോസ് 6 C's connected with the IELTS writing task 1, especially general, for general candidates in letter writing. നമുക്കൊന്നും കൂടെ ഇതൊന്ന് പറഞ്ഞു പോകാം. So the first one is to be clear. So whatever you are writing down in that letter, make sure that everything is connected properly, everything is written properly, and you have a purpose, okay, and it is conveyed to the reader. Okay, then we have be correct. Informations എല്ലാം തന്നെ accurate ആയിരിക്കണം, relevant ആയിരിക്കണം, and make sure you proofread to check whether the spellings or punctuation or any of the grammar side has gone wrong. If it has gone wrong, make sure before the submission you rectify all the mistakes. Then we have be complete. Regarding the informations that you are communicating should have necessary facts and background information, and you are supposed to write or answer all the questions in your letter. Be concise, that is, you have to be very specific. Specifications ഓരോ ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേനും it is very important that it's clear and it is not going in a very complex way. And it should be to the point. കണ്ടമാനം ഈ എക്സ്പ്ലനേഷൻസ് കൊടുക്കണം എന്ന് പറയുമ്പോഴും ഇറ്റ് ഷുഡ് ബി ടു ദ പോയിൻറ്റ്. ആ ഫോക്കസ് എവിടെ നിന്ന് മാറാൻ പാടില്ല. ഫോക്കസ് മാറിയാൽ ഐ എം ഷുവർ യു ഗൈസ് നോ അണ്ടർ വിച്ച് പാരാമീറ്റർ ഇറ്റ് ഈസ് പീനലൈസ്ഡ്, അല്ലേ? ടാസ്ക് അച്ചീവ്മെൻ്റ് അണ്ടറിൽ, അല്ലെ ടാസ്ക് റെസ്പോൺസിൻ്റെ അണ്ടറിൽ you will definitely get penalized. So it is very important to be to write, to focus onto the point, and then wherever you want to stop writing it, or if you think that okay, this particular sentence or the idea has been repeated many times in your letter, stop writing it and then try to organize your ideas. Or maybe if you want, in certain situations you will need more ideas, so you need to think wisely and do all this things. Okay, then next one, regarding the use of language, regarding the use of appropriate language expressions. അത് നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഏത് ഫോമാറ്റാണോ, ഫോമലിനും ഇൻഫോമലിനും സെമി ഫോമലിനും ഒക്കെ തന്നെ ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ അതിനനുസരിച്ച് ക്ലാസ്സസും സാമ്പിൾസും അതിനുള്ള യൂസേജസും ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്.
സോ അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് പോകാൻ സാധിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, ദാറ്റ് ഇസ് ബി കൺസിഡറേറ്റ്. നിങ്ങൾ എഴുതുന്ന ആ ഒരു ലെറ്റർ ഒരാൾ വായിക്കുന്നുണ്ട്, ആ വായിക്കുന്ന ആൾ ഏത് സിറ്റുവേഷനിലായിരിക്കും, അത് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു ചെറിയ ധാരണയോടുകൂടി തന്നെ വേണം നിങ്ങളിത് ലെറ്റർ എഴുതാൻ. ആൻഡ് യുവർ കൺസേൺസ് മസ്റ്റ് ബി, അല്ലേ, സംടൈംസ് ഇറ്റ് ക്യാൻ ബി റിയലി കോംപ്ലെക്സ്, വെരി ടഫ് ടു ഹാൻഡിൽ. അപ്പോൾ ബിസി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. സോ അതാണ് ബി കൺസിഡറേറ്റ് എന്ന് പറയുന്നത്. യു ഷുഡ് ബി വെരി കൺസിഡറേറ്റ്. സോ ദാറ്റ് ഷോസ് ഹൗ പൊലൈറ്റ്, ഹൗ കൈൻഡ് യു ആർ ആസ് എ പേഴ്സൺ. ഓക്കെ, yes, so these are the things that we revised it, and I hope it is really clear to all of you. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, മേ ബി നൗ ഓർ മേ ബി ഇൻ ദി അപ്കമിങ് സെഷൻസ് ഓൾസോ വെൻ വി ഡിസ്കസ് another topic, another general IELTS task 1 topic. And if there are any suggestions regarding the kind of topic you need to discuss in the live sessions, you may please just leave a comment. Okay, so that's it for today then. I hope the session was clear and informative to all of you, and I hope you will start implementing all those things in your letter writing, and I hope that your letter writing skills will boost, and these tips will help you to excel in your writing. So that's all for today. Thank you so much for watching and participating in our live sessions. Thank you once again.